ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം തുടർന്ന് അമേരിക്ക. CIA തലവൻ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് അറിയുന്നു. മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു. നമ്മുടെ അയലൻഡിൽ നിന്ന് പോന്നോ മധു? ഗുഡ് മോർണിംഗ് എസ്കേൻ. പണിക്ക് പോകണം, അരി വാങ്ങിക്കണം. അരി എന്നല്ല, പച്ചരി എന്ന് പറഞ്ഞാൽ അമേരിക്ക കുറച്ചുകൂടെ എറിയിക്കും. അതെ, പച്ചരി വാങ്ങിക്കണം. ഓക്കെ, പറയൂ. എസ്കേൻ, ഈ വാർത്തയിലേക്ക് വന്നാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുവാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ഒരു മൂന്ന് ഘട്ട പാക്കേജ് ആയിരുന്നു. ഇതിന്മേലുള്ള ചർച്ചകൾക്ക് വീണ്ടും ഇപ്പോൾ ജീവൻ വെക്കുകയാണ്. ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് ഖത്തറും ഈജിപ്തുമാണ്. ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുവാൻ CIA ചീഫ് വില്യം ബേൺസ് അമേരിക്കയിൽ നിന്ന് എത്തുന്നുണ്ട്. 3 ഘട്ടങ്ങളായിട്ടുള്ള ഈ സമാധാന പാക്കേജിലെ ചില പ്രധാന ഡിമാൻഡുകൾ ഹമാസ് നേതൃത്വം ഇപ്പോൾ അംഗീകരിച്ചതോടെയാണ് ഈ ചർച്ചകൾ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്ന് ഹമാസ് നേതൃത്വം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കരാറിൽ ഒപ്പുവെക്കും മുമ്പ് സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നുള്ളതായിരുന്നു ഹമാസിന്റെ നേരത്തെയുള്ള പ്രധാന ഡിമാൻഡ്. എന്നാൽ ഇവർ അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ വിലപേശലിലൂടെ അത് നേടിയെടുക്കാം എന്നൊരു കണക്കുകൂട്ടലാണ് ഹമാസ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് ഹമാസ് തടങ്കലിലുള്ള 120 ബന്ദികളെ ഒന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും. എസ്കെന്നെ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എന്ത് കരാർ ഒപ്പുവെച്ചാലും, എന്തിനാണോ ഈ യുദ്ധം തുടങ്ങിയത് ആ ലക്ഷ്യങ്ങൾ കാണും വരെ യുദ്ധം തുടരുവാൻ അനുവദിക്കണമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇത് കൂടാതെ ഗസ ഈജിപ്ത് അതിർത്തിയിൽ കൂടിയുള്ള ആയുധ കള്ളക്കടത്ത് അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യവും നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എസ്കെൻ, മധു കൊട്ടാരക്കരയുടെ അമേരിക്കയിൽ നിന്നും തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.